അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളിനർജിക് ഡ്രഗ്സ് ആണ്. കൊളിനർജിക് ഡ്രഗ്സിന് കൊളിനോമൈമെറ്റിക് എന്നും പാരാസിമ്പതോമൈമെറ്റിക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കൊളിനർജിക് ഡ്രഗ്സിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് ഇത് അസറ്റൈൽ കൊളിന് സിമിലർ ആയിട്ടുള്ള ആക്ഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ്ലി ആക്ട് ചെയ്യും, ഇൻഡയറക്റ്റ്ലി ആക്ട് ചെയ്യും. ഇപ്പോൾ ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുന്നത് കൊളിനർജിക് റിസപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആക്ഷൻ കൂട്ടും. ഇൻഡയറക്റ്റ്ലി എന്ന് പറയുന്നത് കൊളിനർജിസ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ്ലി അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ക്ലാസിഫിക്കേഷൻ കൊളിനർജിക് അഗോണിസ്റ്റ്. അപ്പോൾ അത് കൊളിനർജിക് റിസപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്ത് ആക്ഷൻ കൂട്ടുന്നതുകൊണ്ട് ഇതിനെ അഗോണിസ്റ്റ് എന്ന് പറയും. അഗോണിസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, കൊളീൻ എസ്റ്റേഴ്സും ആൽക്കലോയിഡ്സും. കൊളീൻ എസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് അസറ്റൈൽ കൊളീൻ, മെത്താക്കോളിൻ, കാർബക്കോൾ, ബെതനിക്കോൾ. 4 ഡ്രഗ്സ് ഉണ്ട്. എക്സാമ്പിൾസ് ആൽക്കലോയിഡ്സ് മസ്കാരിൻ, പിലോകാർപിൻ ആൻഡ് ആൽക്കോളിൻ. ഇതാണ് ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ. അപ്പോൾ ഫസ്റ്റ് ആണ് കൊളിനർജിക് അഗോണിസ്റ്റ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നു എസ്റ്റേഴ്സ്, ആൽക്കലോയിഡ്സ്. എസ്റ്റേഴ്സിന് എക്സാമ്പിൾ അസറ്റൈൽ കൊളീൻ, മെത്താക്കോളിൻ, കാർബക്കോൾ, ബെതനിക്കോൾ. ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ മസ്കാരിൻ, പിലോകാർപിൻ, ആൽക്കോളിൻ. ഇനി ഇൻഡയറക്റ്റ്ലി അത് ആക്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ആക്ട് ചെയ്യുന്ന വെച്ചാൽ കൊളിനെസ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്തോണ്ടാണ്. അപ്പോൾ കൊളിനെസ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ആൻറ്റികൊളിൻ എസ്റ്റേഴ്സ് എന്ന് പറയും. ആൻറ്റികൊളിൻ എസ്റ്റേഴ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു റിവേഴ്സിബിൾ എന്നും ഇറിവേഴ്സിബിൾ എന്നും. ഇപ്പോൾ റിവേഴ്സിബിളിനകത്ത് വീണ്ടും സബ് ഡിവിഷൻ വരുന്നുണ്ട്, കാർബമേറ്റ്സും ആക്രിഡിനും. അപ്പോൾ കാർബമേറ്റ്സിന് എക്സാമ്പിളാണ് ഫൈസോസ്റ്റിക്മീൻ, നിയോസ്റ്റിക്മീൻ, പിരിഡോസ്റ്റിക്മീൻ, എട്രോഫോണിയം. അതിനകത്ത് തന്നെ റിവേഴ്സിബിളിൽ വേറൊരു സബ് ഡിവിഷൻ ആക്രിഡിൻ, അതാണ് ടാക്രിൻ. എക്സാമ്പിൾ ഇറിവേഴ്സിബിളിനെ വീണ്ടും ഓർഗാനോഫോസ്ഫേറ്റ്സിനും കാർബമേറ്റ്സിനും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓർഗാനോഫോസ്ഫേറ്റ്സിന് എക്സാമ്പിൾ ഡൈഫ്ലോസ്, പാരാതയോൺ, മാലാതയോൺ, ടയസനോ. അപ്പം ഈ പാരാതയോൺ, മാലാതയോൺ, ടയസനോ ഒക്കെ പെസ്റ്റിസൈഡ്സ് ആണ്. കാർബമേറ്റ്സിന് എക്സാമ്പിളാണ് കാർബാറിൽ, പ്രൊപ്പോക്സൽ, ഇൻസെക്ടിസൈഡ്സ്. ഈ ആൻറ്റി കൊളിനെസ്റ്റേഴ്സിനെ എന്ന് പറയാൻ കാരണം ഇത് കൊളിനെസ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൻറ്റി കൊളിനെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, റിവേഴ്സിബിൾ എന്നും ഇറിവേഴ്സിബിൾ എന്നും. ഇനി റിവേഴ്സിബിളിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു, കാർബമേറ്റ്സും ആക്രിഡിനും. ഇറിവേഴ്സിബിളിനെ ഓർഗാനോഫോസ്ഫേറ്റ്സും കാർബമേറ്റ്സും. ഇതിനുള്ള എക്സാമ്പിൾ നമ്മൾ പഠിക്കാം. ഇനി അസറ്റൈൽ കൊളീന് 2 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് മസ്കാരിനിക്കും രണ്ടാമത്തേന്ന് പറയുന്നത് നിക്കോട്ടിനിക്കും. അപ്പം മസ്കാരിനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ് ആണ്. അത് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും, അതുകൊണ്ട് സ്ലോ ആക്ടിങ് എന്നറിയപ്പെടും. അടുത്ത നിക്കോട്ടിനിക് ആണെങ്കിൽ ഐനോട്രോപിക് റിസപ്റ്റേഴ്സ് ആണ്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അസറ്റൈൽ കൊളീന് 2 റിസപ്റ്റേഴ്സ് ഉണ്ട്, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും മസ്കാരിനിക് റിസപ്റ്റേഴ്സും. മസ്കാരിനിക് റിസപ്റ്റേഴ്സ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്, സ്ലോ ആക്ടിങ് ആണ്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഐനോട്രോപിക് റിസപ്റ്റർ ആണ്, അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണ്. ഇനി ഈ മസ്കാരിനെയും നിക്കോട്ടിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മസ്കാരിനിക്കിനെ M1, M2, M3, M4, M5 എന്ന് പറയുന്ന ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. M1 എന്ന് പറയുന്നത് ആട്ടോണോമിക് ഗാംഗ്ലിയയിൽ ആണ് കാണുന്നത്. ആട്ടോണോമിക് ഗാംഗ്ലിയയിലും ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിലും CNSലും കാണുന്നു. അപ്പോൾ ആട്ടോണോമിക് ഗാംഗ്ലിയയിലെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ആണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിലാണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും, ആസിഡ് സെക്രീഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിലെ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. CNSലാണെങ്കിൽ ലേണിംഗ് മെമ്മറി. അപ്പം M1, M2, M3, M4, M5 ഇങ്ങനെ 5 ടൈപ്പ് മസ്കാരിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ M1 എന്ന് പറയുന്നത് കാണുന്നത് ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ, CNSലാണ്. അപ്പോൾ ഇത് ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ സെക്രീഷൻസ് ഒക്കെയാണ്, അതായത് ആസിഡ് സെക്രീഷൻ, ഹിസ്റ്റമിൻ റിലീസ് ഒക്കെയാണ്. CNSലെ ലേണിംഗ് മെമ്മറി. ഇനി M2 കാണുന്നത് ഹാർട്ടിൽ, CNSൽ, കൊളിനർജിക് നെർവ് എൻഡിങ്സിൽ. ഹാർട്ടിലാണെങ്കിൽ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് റേറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കുറയ്ക്കും, ഇമ്പൾസ് ജനറേഷനൊക്കെ കുറയ്ക്കും. കൊളിനർജിക് നെർവ് എൻഡിങ്സിലാണെങ്കിൽ അസറ്റൈൽ കൊളിൻ്റെ റിലീസ് കുറയ്ക്കും.
CNSൽ ട്രെമർ. ഇനി M3 എന്ന് പറയുന്ന സ്മൂത്ത് മസിൽസിലും ഐറിസിലും സിലിയറി മസിൽസിലും എക്സോക്രൈൻ ഗ്ലാൻഡിലും ബ്ലഡ് വെസൽസിലുമാണ് കാണുന്നത്. സ്മൂത്ത് മസിൽസിൽ അത് കോൺട്രാക്ഷൻ, ഐറിസിലും കോൺട്രാക്ഷൻ ആണ്, സിലിയറി മസിൽസിലും കോൺട്രാക്ഷൻ ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡിൽ സെക്രീഷൻസ് ഒക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് വെസൽസിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബ്ലഡ് വെസൽസിലാണെങ്കിൽ വസ്കുലർ എൻഡോത്തീലിയം നൈട്രസ് ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്ന കാരണം അവിടെ നടക്കുന്നത് ഓസോ ഡയലേഷൻ ആണ്. ഇത് M4ഉം M5ഉം CNS മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഫങ്ഷൻ പ്രത്യേകിച്ച് പഠിക്കേണ്ട. അടുത്തത് കൊളിനർജിക് അഗോണിസ്റ്റ് എന്താണ്, കൊളിനർജിക് ആന്റഗോണിസ്റ്റ് എന്താണ്? നമ്മൾ കുറേ ഡ്രഗ്സ് പഠിച്ചു. ഇപ്പോൾ ഡയറക്റ്റ്ലി ആക്ടിങ് എന്ന് പറയുന്നത് കൊളിനർജിക് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞു, അതായത് അസിറ്റിക്കോളിനുമായിട്ട് ആ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് ആക്ഷൻ കൂട്ടുന്നതിനെ നമ്മൾ കൊളിനർജിക് അഗോണിസ്റ്റ് എന്ന് പറയുന്നു. കൊളിനർജിക് അഗോണിസ്റ്റ് എന്ന് പറയുന്നത് അസിറ്റൈക്കോളിൻ്റെ ആക്ഷനെ എൻഹാൻസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ആന്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ അസിറ്റൈക്കോളിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അതാണ് ആന്റഗോണിസ്റ്റ്. ഇനി മസ്കാരനിക് റിസപ്റ്റേഴ്സ് 5 ടൈപ്പ് ഉണ്ട്. അതെവിടെയൊക്കെ കാണപ്പെടുന്ന പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു. ഇനി അഗോണിസ്റ്റും ഉണ്ട് ആന്റഗോണിസ്റ്റും ഉണ്ട്. അഗോണിസ്റ്റ് ആക്ഷൻ കൂട്ടുന്നത്, ആന്റഗോണിസ്റ്റ് ആക്ഷൻ കുറയ്ക്കുന്നത്. അപ്പോൾ ആക്ഷൻ M1 അഗോണിസ്റ്റിന് എക്സാമ്പിളാണ് ഓക്സിട്രിമോണിൻ. M2 അഗോണിസ്റ്റിന് എക്സാമ്പിളാണ് മെത്താക്കോളിൻ. M3 അഗോണിസ്റ്റ് എക്സാമ്പിളാണ് ബെദനേക്കോൾ. ഇനി ആന്റഗോണിസ്റ്റ് M1 ആന്റഗോണിസ്റ്റിന് എക്സാമ്പിൾ പൈറൻസിപ്പിൻ, ടെലൻസിപ്പിൻ. M2 ആന്റഗോണിസ്റ്റിന് എക്സാമ്പിൾ മെതോക്ട്രമിൻ ആൻഡ് ട്രൈപിട്രമിൻ. M3 ആന്റഗോണിസ്റ്റിന് എക്സാമ്പിൾ ഡാരിഫിനാസിൻ. ഈ ഡ്രഗ്സ് പേര് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം M1, M2, M3 അതിൻ്റെ അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും പഠിക്കണം. അടുത്തത് ഇനി മസ്കാരനിക് റിസപ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനുണ്ട് ക്ലാസിഫിക്കേഷൻസ്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിന് 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, NM ആൻഡ് NN. അപ്പോൾ ഈ NM കാണുന്നത് സ്കെൽട്ടൻ മസിൽസിലാണ്. അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് സ്കെൽട്ടൻ മസിൽ കോൺട്രാക്ഷൻ ആണ്, അത്രേ ഉള്ളൂ. NM സ്കെൽട്ടൻ മസിൽ കാണുന്നു, അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൻ മസിൽ കോൺട്രാക്ഷൻ ആണ്. NN 3 സ്ഥലത്ത് കാണുന്നു, ആട്ടോണോമിക് ഗാംഗ്ലിയ, അഡ്രീനൽ മെഡില, CNSൽ. അപ്പം ആട്ടോണോമിക് ഗാംഗ്ലിയയിൽ ഡീപോളറൈസേഷൻ ആണ്, അഡ്രീനൽ മെഡിലയിൽ അഡ്രിനാലിൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, CNSൽ CNS എക്സൈറ്റേഷൻ. അപ്പം നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, NMഉം NNഉം. NM കാണുന്ന സ്കെൽട്ടൻ മസിൽ കോൺട്രാക്ഷൻ ആണ്, എളുപ്പം ഓർത്ത് വെക്കാം. അടുത്ത NN എന്ന് പറയുന്ന ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ അഡ്രീനൽ മെഡിലയിൽ CNSലും കാണുന്നു. ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ. അഡ്രീനൽ മെഡിലയിലാണെങ്കിൽ അഡ്രിനാലിനെ റിലീസ് ചെയ്യുന്നു. CNSലാണ് CNS എക്സൈറ്റേഷൻ. ഇത്രയാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി നമ്മൾ മസ്കാരനിക് അഗോണിസ്റ്റ് എന്ന് പറഞ്ഞു, M1, M2, M3ൻ്റെ അഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് പഠിച്ചു. അതേപോലെ നിക്കോട്ടിനിക്കിൻ്റെ അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും ഉണ്ട്. നിക്കോട്ടിനിക് അഗോണിസ്റ്റ് NMൻ്റെയും NNൻ്റെയും നിക്കോട്ടിൻ തന്നെയാണ്. NMൻ്റെ ആന്റഗോണിസ്റ്റ് ട്യൂബോക്രാനിനും NNൻ്റെ ആന്റഗോണിസ്റ്റ് ഹെക്സാമെഥോണിയവും ടൈമിതാഫിനുമാണ്. അപ്പം NMൻ്റെ അഗോണിസ്റ്റ് 2 നിക്കോട്ടിനും NMൻ്റെ ആന്റഗോണിസ്റ്റ് ട്യൂബോകുറാനിനാണ്. NNൻ്റെ ആന്റഗോണിസ്റ്റ് ഹെക്സാമെഥോണിയവും ട്രൈമിതാഫിനുമാണ്. ഇനി കൊളിനർജിക് ഡ്രഗ്സ് നമ്മൾ ഡയറക്റ്റ്ലി ആക്ടിങ് ഉണ്ടെന്ന് പഠിച്ചു, ഇൻഡയറക്റ്റ്ലി ആക്ടിങ് ഉണ്ടെന്ന് പഠിച്ചു. ഡയറക്റ്റ്ലി ആക്ടിങ് കൊളിനർജിക് അഗോണിസ്റ്റും ഇൻഡയറക്റ്റ്ലി ആക്ടിങ് ആന്റികൊളിനെസ്റ്ററേസ് ആണ്. അപ്പോൾ ഈ കൊളിനർജിക് ഡ്രഗ്സിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡയറക്റ്റ്ലി ആക്ടിങ്ങിനകത്ത് നമ്മൾ കാർബക്കോള്, ബെദനക്കോള്, പിലോകാർപ്പിൻ, നിയോസ്റ്റിക്മിൻ, ഇത് നമ്മൾ കൊളിനർജിക് ഡ്രഗ്സ് ആണ് കാർബക്കോള്, ബെദനക്കോള്, പിലോകാർപ്പിൻ, നിയോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിൻ. ഇപ്പോൾ കാർബക്കോള് യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോമിക് ആണ്, ബെദനക്കോള് യൂസ് ചെയ്യുന്ന ബ്ലാഡർ ഡിസ്ഫങ്ഷൻ, പിലോകാർപ്പിൻ യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോമ, ഡ്രൈ മൗത്തിന് യൂസ് ചെയ്യുന്നു. നിയോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിൻ എന്ന് പറഞ്ഞാൽ മൈസ്തീനിയ ഗ്രാവിസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കൊളിനർജിക് ഡ്രഗ്സിൻ്റെ കോമൺലി ഉള്ള ഒരു യൂസേജ്.
ഇനി ഗ്ലൂക്കോമയിൽ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ഐയിൽ പ്രഷർ കൂടുമ്പോഴാണ് ഗ്ലൂക്കോമ ഉണ്ടാകുന്നത്. അപ്പം ഇൻട്രാ ഓക്കുലർ ടെൻഷൻ കൂടുമ്പോഴാണ് ഗ്ലൂക്കോമ ഉണ്ടാകുന്നത്. അപ്പം പിലോകാർപ്പിൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി ആക്ടിങ് കൊളിനർജിക് ഡ്രഗ് ആണ്. അപ്പം ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മസ്കാരിൻ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, M3 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ മസ്കാരിൻ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സെക്രീഷൻസ് ഒക്കെ കൂടും. സെക്രീഷൻസ് കൂടുമ്പോൾ ഗ്ലൂക്കോമയിൽ ഇപ്പോൾ പിലോകാർപ്പിൻ സെക്രീഷൻ കൂട്ടുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രഷർ കുറയും. അങ്ങനെ അതുകൊണ്ടാണ് പിലോകാർപ്പിൻ ഗ്ലൂക്കോമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിലോകാർപ്പിൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ട്ലി ആക്ടിങ് കൊളിനർജിക് ഡ്രഗ് ആണ്. ഇത് എന്ത് ചെയ്യും? ഇത് M3 റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സെക്രീഷൻസ് ഒക്കെ കൂടും. സെക്രീഷൻസ് കൂടുമ്പോൾ അതിലെ ഹൈ പ്രഷർ എന്ത് ചെയ്യും? കുറയുമ്പോൾ നോർമലി അതുകൊണ്ടാണ് ഇത് ഗ്ലൂക്കോമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത മൈസ്തേനിയ ഗ്രാവിസ്. അപ്പോൾ മൈസ്തേനിയ ഗ്രാവിസിന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നിയോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിൻ ഒക്കെയാണ്. അപ്പോൾ മൈസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഇത് മസിൽ വീക്ക്നെസ് ആണ് ഇതിൻ്റെ സിംറ്റം. പിന്നെ ഇത് നമ്മൾ വീണ്ടും ഈ ഒരു മൈസ്തേനിയ ഗ്രാവിസ് ഉള്ള ഒരാൾ, മസിൽ വീക്ക്നെസ് ഉള്ള ഒരാൾ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഇത് വേഴ്സ് ആകത്തേ ഉള്ളൂ. നമ്മൾ റെസ്റ്റ് എടുത്താൽ മാത്രമേ മാറത്തുള്ളൂ. ഇതിൻ്റെ ഒരു ഫാർമക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സിംറ്റം അത് മസിൽ വീക്ക്നെസ് ആണ്. നമ്മുടെ മസിൽ എൻഡ് പ്ലേറ്റിൽ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആക്ച്വലി നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് അസറ്റൈൽ കൊളിനുമായിട്ട് ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പറയുന്നത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആൻറ്റിബോഡീസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം നിക്കോട്ടിനിക് അസറ്റൈൽ കൊളിൻ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയും. ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കും നമ്മളാട്ടെ. ഇതാണ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. അപ്പോൾ ഈ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആൻറ്റിബോഡി ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് അസറ്റൈൽ കൊളിനുമായിട്ട്. ഈ റൗണ്ടിൽ കാണുന്നതാണ് അസറ്റൈൽ കൊളിൻ. അത് അസറ്റൈൽ കൊളിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിക്കോട്ടിനിക് അസറ്റൈൽ കൊളിൻ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയും. അപ്പോൾ ഇവിടെ നിയോസ്റ്റിക്മിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് എന്ത് ചെയ്യും? നിയോസ്റ്റിക്മിൻ ആൻറ്റി കൊളിനെസ്ട്രേസ് ആണ്. അപ്പോൾ ഇത് കൊളിനെസ്ട്രേസിനെ ഹൈഡ്രോളിസിസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ അസറ്റൈൽ കൊളിൻ്റെ അളവ് കൂടും. അസറ്റൈൽ കൊളിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും ഈ അസറ്റൈൽ ഒരു അവൈലബിലിറ്റി കൂടും. അസറ്റൈൽ കൊളിൻ്റെ അവൈലബിലിറ്റി കൂടുമ്പോഴത്തേക്ക് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് അസറ്റൈൽ കൊളിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം നിക്കോട്ടിനിക് അസറ്റൈൽ കൊളിൻ റിസപ്റ്റേഴ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അതുകൊണ്ടാണ് ഇത് നിയോസ്റ്റിക്മിൻ, ഫൈസോസ്റ്റിക്മിനൊക്കെ മൈസ്തേനിയ ഗ്രാവിസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈസ്തേനിയ ഗ്രാവിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് മസിൽ വീക്ക്നെസ് ആണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൈസ്തേനിയ ഗ്രാവിസ് ഉള്ള ഒരാൾ വീണ്ടും വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ അതൊക്കെ വേഴ്സ് ആവും. ഇത് റെസ്റ്റിലൂടെ മാത്രമേ മാറത്തുള്ളൂ. ഇതിൻ്റെ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? മസിൽ എൻഡ് പ്ലേറ്റിലുള്ള നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആൻറ്റിബോഡീസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം നിക്കോട്ടിനിക് കൊളിനോ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അത് കാരണം ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവും. അതാണ് മസിൽ വീക്ക്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നിയോസ്റ്റിക്മിൻ വഴിയിട്ടാണ്. ഇപ്പോൾ നിയോസ്റ്റിക്മിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റികൊളിനെസ്ട്രേസ് ആണ്. ഇത് അസറ്റൈൽ കൊളിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് അസറ്റൈൽ കൊളിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും. അസറ്റൈൽ കൊളിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ നിക്കോട്ടിനിക് കൊളിനോ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടും. അപ്പം അവിടെ മസിൽ സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇത് മൈസ്തേനിയ ഗ്രാവിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഓർഗാനോഫോസ്ഫേറ്റ് പോയ്സണിങ്. അപ്പോൾ ഓർഗാനോഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഓർഗാനോഫോസ്ഫേറ്റ് ഒരു ആൻറ്റികൊളിനെസ്ട്രേസ് ആണ്. അതുകൊണ്ട് ഇതിനെ ആൻറ്റികൊളിനെസ്ട്രേസ് പോയ്സണിങ് എന്നും അറിയപ്പെടും. ഇനി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രാലിഡോക്സിൻ, അട്രോപ്പിൻ ഒക്കെ യൂസ് ചെയ്യും. അപ്പം അതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ മാലാതയോൺ, പാരാതയോൺ, ഡയാസിനോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നെർവ് എൻഡിങ്സിൽ ഫോസ്ഫോറിലേഷനൊക്കെ നടന്നിട്ട് അസറ്റൈൽ കൊളിനെസ്ട്രേസ് എൻസൈമിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അസറ്റൈൽ കൊളിൻ്റെ ഒരു ക്വാണ്ടിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അസറ്റൈൽ കൊളിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്ന കാരണമാണ് അവിടെ
ആ പോയിസണിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രാലിഡോക്സിമാണ്. അപ്പോൾ പ്രാലിഡോക്സിൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊളീൻ എസ്ട്രേസിനെ റീജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് കൊളീൻ എസ്ട്രേസ് അവിടെ വരുമ്പോഴത്തേക്ക് അസിറ്റൈൽ കൊളീൻ്റെ എന്ത് നടക്കും? ഹൈഡ്രോളിസിസ് നടക്കും. അപ്പോൾ അസിറ്റൈൽ കൊളീൻ്റെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അസിറ്റൈൽ കൊളീൻ്റെ ക്വാണ്ടിറ്റി കുറയും. അതുകൊണ്ടാണ്